അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്, പെർഫെക്റ്റ് ആൻഡ് ഫാസ്റ്റ് വെയിറ്റ് ലോസ് റിക്വയർഡ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ്. അപ്പോൾ എന്തെല്ലാം പ്രോഡക്ട്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വെയിറ്റ് ലോസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബേസിക് ന്യൂട്രീഷൻ. ബേസിക് ന്യൂട്രീഷൻ്റെ ഒരു പാക്കാണിത്. അതിൻ്റെ അകത്ത് ഷേക്ക് മേറ്റ് ഉണ്ടായിരിക്കും, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ഉണ്ടായിരിക്കും, ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ് ഉണ്ടായിരിക്കും, എഫ്രഷ് ഉണ്ടായിരിക്കും. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് എൻഡ് ചെയ്യുന്നോളം വരെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 കിലോ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ 2 മാസം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് 10 കിലോ കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ഫോളോ അപ്പ് ആണ്, ഞങ്ങളുടെ ഒരു അഷുറൻസ് അല്ലായിരുന്നത്, നിങ്ങളാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. 2 മാസം വരെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, ബേസിക് ന്യൂട്രീഷൻ. അതിനുശേഷം വെയിറ്റ് മെയിൻറ്റെയിനിങ് കാലഘട്ടമാണ്. അതായത് നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ അനുബന്ധപ്പെട്ട മെഷർമെന്റ്സ്, ഫാറ്റ്, BMI ഇത് നോർമലായിട്ട് വന്നിട്ടുണ്ടായിരിക്കില്ല. ഈ സമയത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആക്കി ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ബേസിക് ന്യൂട്രീഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മീൽ റീപ്ലേസ്മെന്റ് ആണ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. ഇത് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാലോറി മാനേജ്മെന്റ് നടക്കും. അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ എല്ലാം തന്നെ കിട്ടും. ഇത് കൃത്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ എല്ലാ ന്യൂട്രീഷൻ കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ വലിയ സ്ട്രഗിൾസ് ഉണ്ടാവത്തില്ല. ഇപ്പൊ നോർമലി വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പട്ടിണി കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചില്ല ഈ ഭക്ഷണം, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് ന്യൂട്രീഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബേസിക് ന്യൂട്രീഷൻ നിങ്ങൾ എന്ന് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തോ, എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നു, അതുവരെ മസ്റ്റ് ആയിട്ട് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. എപ്പോഴൊക്കെ കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞാലും കോച്ച് പറയുന്ന രീതിക്ക് കഴിക്കുക. പേഴ്സണലൈസ് ചെയ്ത് ചില കോച്ചുമാർ തരും, അതും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഫസ്റ്റ് ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്. ഇപ്പൊ ആ ബേസിക് ന്യൂട്രീഷൻ തന്നെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി 3 സ്കൂപ്പാണ് യൂസ് ചെയ്യാൻ പറയണത്. അതിൻ്റെ നമുക്ക് 9 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. 18 തരത്തിലുള്ള വിറ്റമിൻസും മിനറൽസും, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ള 18 തരത്തിലുള്ള വിറ്റമിൻസും മിനറൽസും ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ സാധനം കൃത്യമായിട്ട് ചെല്ലുന്നതുകൊണ്ടാണ് നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിനെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ പൗഡർ യൂസ് ചെയ്യുക, എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും മിനറൽസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 92.4 കാലറിയാണ് വരുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റ് ഒരു ലോ GI ഫുഡാണ്. ലോ GI എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരം GI ഉള്ള ഫുഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ലോ GI, മീഡിയം GI, ഹൈ GI. ലോ GI ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലോട്ട് പെട്ടെന്ന് ഷുഗർ അബ്സോർവ് ആവത്തില്ല, വളരെ മെല്ലെയാണ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു ഷുഗർ പേഷ്യൻസിനും ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഈ ഫുഡ്. പിന്നെ അതുപോലെ തന്നെ 20 ഷേക്കിനുള്ളതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 20 സെർവിംഗ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഫ്ലേവർ വരുന്നത് സ്ട്രോബെറി വരുന്നുണ്ട്, വാനില വരുന്നുണ്ട്, കുൽഫി, ബനാന കാരമല്, മാംഗോ, ഓറഞ്ച് ക്രീം, പാന്, റോസ് ഗീർ, ഡച്ച് ചോക്ലേറ്റ്. ഇത്രയും ഫ്ലേവറിലാണ് കമ്പനി നമുക്ക് ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കമ്പനിയുടെ വളരെ വാല്യുബിൾ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചൂട് തട്ടരുത്. സ്റ്റോർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ചൂട് തട്ടാൻ പാടില്ല. ചൂട് തട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ പോകുന്നതാണ്. നമ്മൾ ചുമ്മാ ഒരു പൊടി കലക്കി കുടിക്കുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നോർമൽ വാട്ടർ, അല്ലെങ്കിൽ തണുത്ത വെള്ളം, അല്ലെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം, ഈ ഇത്രയും വാട്ടറിൽ ഇത് എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. കൃത്യമായിട്ട് യൂസ് ചെയ്യുക. കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറിന്റെ അകത്ത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. സോയിൽ നിന്നും വേയിൽ നിന്നുമാണ്, മിൽക്കിൽ നിന്നുമാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ സെൽസിന്റെ മെയിൻറ്റെയിൻ, എനർജി, ഇതിനെല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും നമ്മുടെ മസിൽ മാസിനെ കൺട്രോൾ ചെയ്യാനുമാണ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് 4 to 4 മണിക്കൂർ വിശക്കാതെ സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വെക്കുന്നത്. അതുകൊണ്ട് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോഡക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രോഡക്റ്റ് തണുത്ത വെള്ളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ചൂടുള്ള വെള്ളത്തിലും അല്ലെങ്കിൽ ചൂടുള്ള പദാർത്ഥങ്ങളിൽ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ പോകത്തില്ല. എന്താണോ നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഒരു സ്കൂപ്പ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഗ്രാം ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതല്ല നമുക്ക് പ്രോട്ടീൻ വാട്ടർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ കോച്ച് പറയുന്ന പോലെ പേഴ്സണലൈസ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുക. എല്ലാം കോച്ചിനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ റിസൾട്ടിലുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. ഇനി നെക്സ്റ്റ് ആണ് ഷേക്ക് മേറ്റ്. ഷേക്ക് മേറ്റ് നമുക്ക് നോർമലി ഒരു മിൽക്ക് പൗഡറിന്റെ, സ്കീംഡ് മിൽക്കിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ് വരുന്നത്. ഇത് ലോ GI ഫുഡ് ആണ്.
നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഇതിന് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം പ്രോട്ടീൻ കണക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാറ്റ് 1 gram ആണ് വരുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഇതിൻ്റെ അകത്ത് ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. ഷുഗറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള സീനറായ സ്റ്റീവിയ എന്ന് പറയും. സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ മധുര തുളസി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന മധുരമാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും ചേർത്തിരിക്കുന്നത്, ഇതിലും ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ള ആൾക്കാർ ചോദിക്കും ഇത് മധുരമുള്ളതാണല്ലോ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നാച്ചുറൽ ഷുഗറാണ് അടങ്ങിയിരിക്കുന്നത്. നോർമലി നമ്മൾ ഷേക്ക് മേറ്റ് വരുന്നതിന് മുന്നേ സ്കീംഡ് മിൽക്ക് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, ഫാറ്റ് ഫ്രീ മിൽക്കാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അറിയാം 2 മാസമൊക്കെ ആ പ്രൊഡക്റ്റ് ആ ഒരു മിൽക്ക് ഇരിക്കും. അപ്പൊ എത്രമാത്രം അഡൾട്രേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ അകത്ത് 0 അഡൾട്രേഷൻ ആണ്. നമ്മുടെ കമ്പനി തന്നെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നതാണ്. ഒരു 2-3 വർഷമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ട്. അപ്പൊ ഈ പറഞ്ഞ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറും ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സും ഷേക്ക് മേറ്റും ഇത് മിക്സ് ചെയ്തിട്ടാണ് രാവിലെ നമ്മൾ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും എടുക്കുന്നത്, അതുപോലെ ഡിന്നർ ഷേക്കും എടുക്കുന്നത്. ഇത് നിങ്ങൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് എൻഡ് ചെയ്യുന്നോടം വരെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ചില ദിവസങ്ങളിൽ നിങ്ങളുടെ കോച്ച് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞുതരും. അത് നിങ്ങളുടെ കോച്ചും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക്. ഇത് നമ്മുടെ ബേസിക് ന്യൂട്രീഷന്റെ പാക്കേജിൽ വരുന്നതാണ്. ചായ, കാപ്പി അതുപോലുള്ള കാര്യങ്ങൾ കുടിക്കുന്ന ആൾക്കാർക്ക് വളരെ റിലീഫായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു ചായ കാപ്പിയിൽ കുടിക്കുമ്പോൾ നമുക്ക് കഫേന്റെ കണ്ടന്റ് വളരെയധികം ആയിരിക്കും. കഫേൻ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, എന്നാൽ ഒരുപാട് കയറി കഴിഞ്ഞാൽ ഒട്ടും തന്നെ നല്ലതല്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ കഫേൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ ഇത് ചൂടായിട്ട് കുടിക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ എയർ ഫ്രഷ് നമുക്ക് ഓൾ ഡേ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ എനർജി ഒക്കെ ഡൗൺ ആവുന്നുണ്ട്. ആ സമയത്തൊക്കെ എയർ ഫ്രഷ് ചൂടായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ കഫേൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മെന്റൽ അലർട്ട്നെസ്സും അതുപോലെ കോൺസെൻട്രേഷൻ ലെവലിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എയർ ഫ്രഷ് ഡ്രിങ്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. എയർ ഫ്രഷ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് പീക്കോ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിൽ നിന്നാണ്. ഓറഞ്ച് പീക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേയിലയുടെ ഫസ്റ്റ് തളിരും അതിന്റെ സെക്കൻഡ് തളിരുമാണ്. അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക്. ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യുക, പിന്നെ വിലയിലോട്ട് നോക്കിയാൽ മതി. അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് എയർ ഫ്രഷ്. നമ്മൾ എടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 4 കാലറിയാണ് ഒരു സർവിങ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ചായ കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 250 ml കാലറിയാണ് കിട്ടുന്നത്. അത് അബ്സല്യൂട്ട്ലി ബാഡ് കാലറിയാണ്. ചായ ഉണ്ടാക്കുന്ന തേയില, അതുപോലെ തന്നെ പഞ്ചസാര, മിൽക്ക്, ഇതിലെല്ലാത്തിനും കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക് നമുക്ക് വരുന്നത് ലെമൺ, തുളസി, പീച്ച്, സിനമൺ, ഏലാച്ചി, ജിഞ്ചർ ആൻഡ് കാശ്മീരി കവ, ഈ ഇത്രയും ഫ്ലേവറിലാണ് വരുന്നത്. അപ്പൊ ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു തവണ യൂസ് ചെയ്ത ഫ്ലേവർ അടുത്ത തവണ മേടിക്കണമെന്നില്ല. ഫ്ലേവർ വൈസ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനും കൂടുതൽ റിസൾട്ട് ഇല്ല. ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഈ ഫ്ലേവർ മേടിച്ചാൽ റിസൾട്ട് ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. എല്ലാ പ്രൊഡക്റ്റിനകത്തും ഫ്ലേവറേ വ്യത്യാസമുള്ളൂ, ബാക്കി കണ്ടന്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. അപ്പോൾ എയർ ഫ്രഷ് ഹെൽത്ത് ഡ്രിങ്കും ബേസിക് ന്യൂട്രീഷനിൽ പെടുന്നതാണ്. ഇതും നമ്മൾ തുടങ്ങി വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് എൻഡ് ചെയ്യുന്ന മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ന്യൂട്രീഷൻ ആണത്. ഇപ്പോൾ ഓൾറെഡി ബേസിക് ന്യൂട്രീഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 2 കിലോ 3 കിലോ ഒക്കെ വെയിറ്റ് കുറയും. ഇതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്ത് എത്തിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ഇനി യൂസ് ചെയ്യേണ്ട അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ് ന്യൂട്രീഷൻസ് ഉണ്ട്. പക്ഷെ വെയിറ്റ് ലോസിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത അഡ്വാൻസ് ന്യൂട്രീഷനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ ആണ്. ഫസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് അഡ്വാൻസ് ന്യൂട്രീഷൻ കാറ്റഗറി പെടുന്നതാണ്. ഈ പ്രൊഡക്റ്റ് നോർമലി നമ്മൾ എല്ലാവരും തന്നെ കുളിക്കുന്നുണ്ട്. കുളിക്കുന്നത് എന്തിനാണ്? ഔട്ടർ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ബോഡി ക്ലീൻ ചെയ്യണം. ഇന്നർ ബോഡി ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 22 തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. ഇത്ര നേരം പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം തന്നെ പൗഡർ ഫോർമാറ്റ് ആയിരുന്നു. ഈ പ്രൊഡക്റ്റ് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി, ഇ ആൻഡ് ബീറ്റ കരണ്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബൊട്ടാനിക്കൽ ഹെർബ്സിന്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ബോഡീനെ നല്ല രീതിക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഉള്ളിലെ ഇന്നർ ബോഡി ക്ലീൻ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ സ്പെഷ്യൽ ആക്കാനും വെയിറ്റ് ലോസിനെ പെർഫെക്റ്റ് ആക്കാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൃത്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും ഡെയിലി ബേസിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ബോഡി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനും ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ എല്ലാവരും തന്നെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് സെല്ലുലോസ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഇതില്ലാതെ വെയിറ്റ് ലോസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്.
സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ വയറിന്റെ ഭാഗത്ത്, കൈയുടെ ഭാഗത്ത്, താഴെ ഭാഗത്തൊക്കെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും എക്സസ് ആയിട്ട് ഒരുപാട് ഫാറ്റ് കിടക്കുന്നുണ്ടായിരിക്കും. ഈ ഫാറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കോൺ സിൽക്ക് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് എക്സ്ട്രാക്ട്. നമ്മുടെ ചോളം ഉണ്ട് അതിന്റെ സംഭവം, കോൺ സിൽക്ക് അതിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസിനാണ് സപ്പോർട്ട് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. ഇത്രയും ന്യൂട്രീഷൻ ഇതിന്റെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ബോഡി റീഷേപ്പ് ചെയ്യാനും നമ്മുടെ യെല്ലോ ഫാറ്റിനെ റിമൂവ് ചെയ്യാനായിട്ടും ഈ പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഒരു ദിവസത്തിൽ 3 യൂസ് ചെയ്യേണ്ടത്. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ ആണെങ്കിലും ഒരു ദിവസത്തിൽ 3 നേരമാണ് യൂസ് ചെയ്യേണ്ടത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അതും ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് ഈ പ്രൊഡക്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്. ഇത് നമ്മുടെ ഫൈബർ, നമുക്ക് ഡെയിലി ബേസിൽ ഫൈബർ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ വയറ് പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ വേണം. ഒരു ദിവസത്തിൽ ഏകദേശം 35 ഗ്രാം ഫൈബർ ആണ് ഒരു മനുഷ്യൻ ഇൻടേക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ വയറ് നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ. ഡൈജഷൻ പ്രോപ്പറായാൽ മാത്രമാണ്, വയറ് നന്നായാൽ മാത്രമാണ് ഉയിര് നന്നാവത്തുള്ളൂ. അതുകൊണ്ട് ഡൈജഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അഴുക്കെല്ലാം ക്ലീൻ ആയിട്ട് പോകേണ്ടത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് അഴുക്ക് ക്ലീൻ ആയിട്ട് പോകുന്ന ഒരു മാർഗം കൂടിയാണ് നമ്മുടെ മോഷൻ പോകുമ്പോൾ. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ വെച്ചാൽ മാത്രമാണ് നീറ്റായിട്ട് നമ്മുടെ ബോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് 5 ഗ്രാം ഫൈബർ ആണ് ഒരു സ്കൂപ്പ് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. രാവിലത്തെ ഷേക്കിലും വൈകുന്നേരത്തെ ഷേക്കിലും ഈ ഓരോ സ്കൂപ്പ് ഫൈബർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്കൂപ്പ് ഫൈബർ യൂസ് ചെയ്താൽ 5 ഗ്രാം, 2 സ്കൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ 2 സ്കൂപ്പ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതല്ലെങ്കിൽ ഫൈബർ വാട്ടർ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീന്, ഫൈബർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് വെക്കുന്നതാണ്. ഡൈജസ്റ്റീവ് ഹെൽത്ത് കൂടാതെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷർമെന്റ്സിനെ ലോസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ്. കൃത്യമായിട്ടുള്ള ഫൈബർ ഇൻടേക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. കാലറി വളരെയധികം കുറവാണ്. നോർമലി നമ്മൾ ഫൈബർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കാലറി കയറും, നമ്മുടെ വെയിറ്റ് ലോസിന് അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. എന്നാൽ നേരെ മറിച്ച് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഫൈബറും കിട്ടും, ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നായിട്ടിരിക്കും, മെഷർമെന്റ് ലോസ് ആവും, ഫാറ്റ് ലോസ് നടക്കും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. 29 സെർവിങ് ആണ് ഓരോ സ്കൂപ്പ് വെച്ച് എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. നെക്സ്റ്റ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഇതും നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡൈജസ്റ്റീവ് ഹെൽത്ത്, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനെ നല്ല ഹെൽത്തി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടും ഒരു റീഫ്രഷ്മെന്റ് ആയിട്ട് വെക്കാനായിട്ടും ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലെ എല്ലാ ന്യൂട്രീഷ്യൻസും കറക്റ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ പ്രൊഡക്റ്റ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് എന്നാണ് പറയുന്നത്. ഹൈ ക്വാളിറ്റി അലോവേരയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി കറ്റാർ വാഴയിൽ നിന്നാണ്. നമുക്ക് 7000 വെറൈറ്റി കറ്റാർ വാഴ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ചുറ്റും. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ മെഡിസിൻ വാല്യൂ ഉള്ളത് വളരെ വളരെ കുറച്ചുള്ളൂ. നമ്മളെല്ലാവരും തന്നെ കറ്റാർ വാഴ കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ തല തേക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ട് മെഡിസിൻ വാല്യൂ ഉള്ളത് യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഗുണം കിട്ടത്തുള്ളൂ. മെഡിസിൻ വാല്യൂ ഇല്ലാത്ത യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് കമ്പനി എക്സ്ട്രാക്ട് ചെയ്ത് മെഡിസിൻ വാല്യൂ ഉള്ള കറ്റാർ വാഴ കൃത്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് പ്രീമിയം ക്വാളിറ്റിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഇത് 15 ml ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തിൽ 2 നേരം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ അതുകൂടാതെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും. മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ക്രേവിങ്സ്. ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഒരു മൂടി നല്ല തണുത്ത വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രേവിങ്സ് അങ്ങ് മാറി കിട്ടും. ഒരു പ്രത്യേക ഒരു പുളിപ്പോടുകൂടിയ ഒരു ടേസ്റ്റ് ആണ്, പുളിപ്പോടുകൂടിയ ഒരു സ്വീറ്റ്നെസ് ആണ് ഈ പ്രൊഡക്റ്റിന്. അതുകൊണ്ട് ആ ക്രേവിങ്സ് അങ്ങ് മാറി കിട്ടും. എന്തെങ്കിലും ബാഡ് കാലിൽ കഴിക്കണമെന്നുള്ള ചിന്ത അതോടെ മാറി കിട്ടും. ഒരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അതുകൂടാതെ നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിൻ ടോണിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് ഡെയിലി ബേസിൽ എടുക്കുന്ന ആൾക്കാരെ സ്കിൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അന്ന കമ്പനി ഇത് ഇറക്കുന്നത് സ്കിന്നിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡീഷണൽ ആയിട്ട് ബോണസ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമ്മുടെ സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെന്റ്. സ്കിന്നൊക്കെ സോഫ്റ്റ് ആയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ. നെക്സ്റ്റ് സ്കിൻ ബൂസ്റ്റർ. ഇതും മസ്റ്റ് ആണ് വെയിറ്റ് ലോസ് സമയത്ത്. ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാ വെയിറ്റ് ലോസ് സ്കിൻ ബൂസ്റ്റർ. എല്ലാവരും തന്നെ പറയും
ഞാൻ എൻ്റെ 1 കിലോ പറഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെ പോയി, എൻ്റെ സ്കിൻ അങ്ങനെ പോയി എന്നൊക്കെ മിക്ക ആൾക്കാരും പറയും. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ലോസ് സമയത്ത് സ്കിൻ ബൂസ്റ്ററും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് കൊളാജൻ ഉണ്ട്. കൊളാജനാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നത്. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നഖത്തിന്റെ വളർച്ച, പിന്നെ അതുകൂടാതെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതിനൊക്കെ കൊളാജിൻ പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജോയിൻസിനുള്ള സപ്പോർട്ട്, ജോയിൻസിൽ ഒരു ഫ്ലൂയിഡ് പോലത്തെ കണ്ടിട്ടുണ്ട്, അത് കൊളാജിൻ പ്രോട്ടീൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളാജിൻ പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നുപരി ഈ പറയുന്ന എല്ലാ റിസൾട്ടും ബോണസ് ആയിട്ട് സ്കിൻ ബൂസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, സ്കിൻ ചുളിഞ്ഞത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്കിൻ ബൂസ്റ്റർ നല്ലതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ സ്കിൻ ബൂസ്റ്റർ നോൺ വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. ഹെർബാ ലൈഫിലെ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സും വെജിറ്റേറിയൻ ആണ്. സ്കിൻ ബൂസ്റ്റ് നോൺ വെജിറ്റേറിയൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നോൺ വെജിറ്റേറിയൻ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഫിഷ് കൊളാജൻ ആണ് മെയിൻ കണ്ടന്റ്. ഫിഷിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനോട് ബ്രൗൺ കളർ ഒരു മാർക്ക് കണ്ടോ, ബ്രൗൺ കളർ മാർക്ക് കാണിക്കുന്നത്, അത് നോൺ വെജിറ്റേറിയൻ ആണ് കാണിക്കുന്നത്. ഓറഞ്ച് ഫ്ലേവറിലാണ് ഈ പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ സീഡർ ആഡ് ചെയ്തിട്ടില്ല. 1 മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് വൈറ്റമിൻ സി, B2, B3, B6 ആൻഡ് ബയോട്ടിൻ ഉണ്ട്. വൈറ്റമിൻ സി എല്ലാവർക്കും തന്നെ അറിയാം, സ്കിന്നിന്റെ ഹെൽത്തിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ സി. അപ്പോൾ കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് സമയത്ത് ഉണ്ടാവുന്ന സ്കിന്നിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അതെല്ലാം മാറി കിട്ടി. സ്കിന്ന് കുറച്ചുകൂടെ ഗ്ലാമർ ആവും, സ്കിന്ന് കുറച്ചുകൂടെ ബ്രൈറ്റർ ആവും, നമ്മളും ഗ്ലാമർ ആയിട്ട് മാറും. ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി നടക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രേവിങ്സ് ഉള്ള വ്യക്തികൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. കാര്യം ഈ പ്രൊഡക്റ്റ് മധുരമുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും ക്രേവിങ്സ് വരുവാണെങ്കിൽ നേരത്തെ നമ്മുടെ ഹെർബൽ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്ത പോലെ തന്നെ ഇതൊരു സാഷെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് എപ്പോഴാണോ ക്രേവിങ്സ് വരുന്നത് ആ സമയത്ത് യൂസ് ചെയ്യാം. ആ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ വിശപ്പും കൺട്രോൾ ആവും, ക്രേവിങ്സ് കൺട്രോൾ ആവും, നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ആവും. ഗുഡ് കാലറി ആണ് നമ്മൾ കൊടുക്കുന്നത്, ബാഡ് കാലറി അല്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ക്രേവിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് ഈ പ്രൊഡക്റ്റിന്. അപ്പൊ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം തന്നെ വെരി വെരി മസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ്. സ്കിൻ ബൂസ്റ്റർ, ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്, ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്, സെല്ലുലോസ്, ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ, പിന്നെ ഓൾറെഡി ബേസിക് ഇല്ലാതെ ഹെർബാ ലൈഫിന് ഒരു പ്രൊഡക്റ്റും ഇല്ല. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ ബേസിക് യൂസ് ചെയ്യാതെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യട്ടെ, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. പക്ഷേ ബേസിക് യൂസ് ചെയ്ത് നമ്മുടെ ശരീരം ക്ലീൻ ആയതിനു ശേഷം ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലാണ് അതിന്റെ 100% റിസൾട്ട് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ സെല്ലുലോസ് മാത്രങ്ങൾ യൂസ് ചെയ്തെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും, പക്ഷെ അതിന്റെ ഒരു 100% റിസൾട്ട് ഒരിക്കലും ലഭിക്കത്തില്ല. ഇപ്പൊ ആക്റ്റീവ് ഫൈബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈബറിന്റെ കാര്യങ്ങൾ കിട്ടും, പക്ഷെ അതിലൊരു 100% റിസൾട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ക്ലീനിങ് ആവണം. ശരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ക്ലീനിങ് ആണ്. ഒരുപാട് അഴുക്കുകൾ വന്ന് അടിഞ്ഞാണ് നിങ്ങളുടെ ശരീരം ഡിറ്റോറേറ്റഡ് ആയത്, മോശമായത്. ഈ മോശത്തിനെ നമ്മൾ നല്ല ഫുഡ് ഹാബിറ്റ്, നല്ല വാട്ടർ ഇൻടേക്ക്, നല്ല പ്രൊഡക്റ്റ് ഇതെല്ലാം കൊടുത്ത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും വെയിറ്റ് ലോസ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ് നടക്കും, നമ്മുടെ സെൽസ് റീജനറേറ്റ് ആവും പ്രോപ്പറായിട്ട്. പിന്നെ നമ്മൾ നോർമൽ നല്ലൊരു ഹാബിറ്റിലോട്ട് വരും. ഭക്ഷണം നല്ല ഹാബിറ്റ് ആയിരിക്കും. ചായ കാപ്പി കുടിക്കുന്നില്ല, പഞ്ചസാര കുടിക്കുന്നില്ല, ബേക്കറി ഫുഡ്സ് കഴിക്കുന്നില്ല, വറുത്തും പൊരിച്ചും കഴിക്കുന്നില്ല. ഇതൊന്നും കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ക്ലീനിങ്ങിലോട്ട് വരും. ക്ലീനിങ്ങിൽ കൃത്യമായിട്ട് നടക്കുന്ന റിസൾട്ടാണ് വെയിറ്റ് ലോസും ബാക്കി ഉണ്ടാകുന്ന എല്ലാ റിസൾട്ടും. അതല്ലാതെ ഒരു മാജിക്കോ മന്ത്രമോ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചെന്ന് പറഞ്ഞ റിസൾട്ട് ലഭിക്കത്തില്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഫോളോ അപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ 1 നിങ്ങൾ എങ്ങനെ എന്ത് സ്റ്റാർട്ട് ചെയ്തു അത് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വരെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങൾ ഒരാഴ്ച കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തു, നിങ്ങൾ 8ാം ദിവസം പ്രോഗ്രാം തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ക്ലീനിങ്ങിൽ നിന്ന് മാറിപ്പോയി. എഗെയിൻ നിങ്ങൾ 9ാം ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് എത്ര നാൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഒരു 10 ദിവസം നോക്കി 11ാം ദിവസം തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും 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 ഇങ്ങനെ റീ ചെയ്തുകൊണ്ടിരിക്കണം. പ്രൊഡക്റ്റിന് നല്ല വിലയാണ്. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യണം, ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യണം. ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്തിനെ കുറിച്ച് വിചാരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലാത്ത വ്യക്തികൾക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡേ 1 തൊട്ട് എൻഡ് റിസൾട്ട് എടുക്കുന്നവരെ വരെ കറക്റ്റായിട്ട് പോവുക. പിന്നെ മനുഷ്യനാണ്, ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ വരും, പാർട്ടി വരും, ഫംഗ്ഷൻസ് വരും, എമർജൻസി സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കോച്ചിനോട് ചോദിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ കുറിച്ച് നേരത്തെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് പിറ്റേ ദിവസം പ്ലാൻ ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബാഡ് കാലറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് കോച്ചിനോട് ചോദിക്കുക. അപ്പൊ എല്ലാ കാര്യം കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാ പ്രോഡക്ട്സും കൃത്യമായിട്ട് കോച്ചിന്റെ കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യുക.
എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ട് നല്ല കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് എടുക്കുക. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.